ഇതാണ്ട് ഈ ചാക്കിൽ ഈ കയറിങ്ങനെ കെട്ടുന്നത് എന്തിനാണെന്നറിയാമോ? ബാ കാണിച്ചു തരാം. ഇതാണ്ട് നമ്മൾ ഈ കടലിലോട്ട് ഇങ്ങനെ എറിയും. അപ്പോൾ ഈ ചാക്ക് താണ്ട് ഒഴുകി നമ്മുടെ ആ കൊച്ചു വള്ളത്തിൻ്റെ അടുത്ത് ചെല്ലും. അന്നേരം അവർ ആ ചാക്ക് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് കറിക്കുള്ള മീൻ ഇട്ട് കെട്ടി വെക്കും. നമ്മൾ അന്നേരം തിരിച്ച് വലിച്ചിങ്ങോട്ട് കയറ്റും. പക്ഷെ അത് നടന്നില്ല, ആ സംഭവം പരാജയപ്പെട്ടു. പിന്നെ കൊച്ചുവെള്ളം ഇഞ്ഞ് വള്ളത്തിൻ്റെ അടുത്തോട്ട് അടുപ്പിച്ച് വള്ളം ഞങ്ങൾ നിർത്തി. അപ്പം നമുക്ക് കറിക്ക് ആവശ്യമുള്ള മീൻ ഈ വള്ളത്തിൽ നിന്ന് എടുക്കാം. നമ്മൾ ഫസ്റ്റ് വല കോരിയ മീൻ ഈ വള്ളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും മീൻ എടുത്തിട്ടുണ്ട്. കരിച്ചാളയും ചൂടയും മിക്സ് ചെയ്തുള്ള സാധനമാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് കിടന്നാണ്. ഇതിൽ പേത്തേന്ന് പറയുന്ന മീനാണ്. ഭയങ്കര ഡേഞ്ചറായി സാധനം. ഇതിനെ കഴിക്കാൻ എടുക്കത്തില്ല, ഇതിനെല്ലാം പറക്കി കളയുകയാണ്. ഈ വലയ്ക്കകത്ത് നമ്മൾ കോരുന്ന സമയത്ത് ഈ വലയ്ക്കകത്തുള്ള മീനെല്ലാം ഇത് കടിച്ച് കൊല്ലും, എല്ലാത്തിനും തിന്നും അത്. ഇനി നമുക്ക് ഈ മത്തിയും കരിച്ചാള മത്തിയും ചൂടയും ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. എല്ലാവരും കൂടി ഇരുന്ന് മീനൊക്കെ നന്നാക്കി എടുക്കുവാണ്. വെട്ടിക്കഴിഞ്ഞ് ഇനി ഒന്ന് കഴുകിയെടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് പാത്രം വെച്ച് കൊടുക്കാവേ. കറി വെക്കാൻ പോവുകയാണ് ഇപ്പം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. വെള്ളം നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം, നല്ലൊന്ന് വാടട്ടെ. ഇനി സവാള ഇട്ട് കൊടുക്കാം കുറച്ച്. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കുടംപുളിയും അത് ഇട്ട് വെച്ചിരുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് ഗ്രേവി തിളപ്പിക്കാം. ഗ്രേവി തിളച്ച് കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തി വെച്ചേക്കുന്ന ചൂടയും ചാളയും കൂടി ഇട്ട് കൊടുക്കാം. തിളയ്ക്കുമ്പോഴത്തേക്ക് ചോറ് നോക്കാം. അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചോറിൽ. ഇനി നമുക്ക് ചോറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ചോറ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചൂടക്കറിയും ചൂട് ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. കുറച്ച് കറി ഒഴിച്ച് കഴിക്കാം. അപ്പോൾ ഓരോരുത്തരും മേടിച്ച് വള്ളത്തിൻ്റെ ഓരോ സൈഡിലൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മണികണ്ഠൻ വെള്ളത്തിൽ ചാടി കളിക്കുന്നു. പുള്ളി ഒരു പച്ചമുളകൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ ഇട്ട് കടിച്ച് തിന്നുക. ഇനി ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കട്ടെ. നല്ല ചൂട് ചോറും ചൂടക്കറിയും. ഈ വള്ളത്തിലെ ചോറും കറിയും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങളതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ.